മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷം പ്രണവിനെ പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അന്നത്തെ ആ വഴക്കിന് ശേഷം പ്രവീൺ തള്ളിയതിനെ തുടർന്നാണ് പ്രണവിന്റെ കൈക്ക് ഇങ്ങനെ ഒരു പരിക്കേറ്റതെന്നും അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇതാ സർജറി വരെ നടന്നുകൊണ്ടിരിക്കുന്നതും ആ സർജറിക്ക് ശേഷം പ്രണവ് പുറത്തു വന്നപ്പോൾ അമ്മയും അച്ഛനും വളരെ സങ്കടത്തോടെയാണ് അവൻ്റെ അരികിലേക്ക് എത്തിയതുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഇത്രയും ആയിട്ട് പോലും പ്രവീണിനെ അവിടെ എങ്ങും കണ്ടിട്ടില്ല എന്നും ചിലർ പ്രവീൺ അവിടെ വന്നു കാണും എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണോ നമുക്ക് തന്നെ നോക്കാം. പ്രവീണും പ്രണവും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിച്ച് ഇരുവരും ഒന്നു ചേർന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം അത് ആഘോഷമാക്കി. ഈ അടുത്തായി പ്രണവിന് ഓപ്പറേഷൻ കഴിഞ്ഞ സർജറി കഴിഞ്ഞുള്ള രംഗങ്ങളും വീഡിയോകളും എല്ലാം തന്നെ പ്രണവ് പങ്കുവച്ചപ്പോൾ പോലും കണ്ടു നിന്നവർക്ക് പോലും കണ്ണു നിറഞ്ഞു. ആ അച്ഛനും അമ്മയും അത്ര വേദനയോട് കൂടിയാണ് മകനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞു വിടുന്നത്. 9 മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷം പ്രണവിനെ പുറത്ത് ഇറക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് പിടയുകയായിരുന്നു. ഈ വീഡിയോയ്ക്ക് പിന്നാലെ നിരവധി കമൻറ്റുകളാണ് പ്രവീണിനെ ചോദിച്ചുകൊണ്ട് എത്തുന്നത്. പ്രവീണും മൃദുലയും ടൂറിലാണ്. ഇരുവരും പ്രണവിനെ കാണാൻ പോലും വന്നില്ല. ചിലപ്പോൾ വന്നിട്ടുണ്ടാകും, അത് വീഡിയോയിൽ കാണിക്കാത്തതായിരിക്കാം എന്ന് പലരും പറയുകയുമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രവീൺ എല്ലാം ഒരു ബിസിനസ്സാണ്. പക്ഷേ എന്ത് സംഭവിച്ചാലും അതെല്ലാം വീഡിയോ ഇടുന്ന പ്രണവിനെ കാണുന്നത് എന്തായാലും വലിയ റീച്ച് ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രവീൺ കൊച്ചുവിനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്ന് ഉറപ്പിക്കാം എന്നുമുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. മാത്രവുമല്ല, അന്ന് വഴക്കുണ്ടായപ്പോൾ പ്രവീൺ തള്ളിയപ്പോഴാണ് പ്രണവിൻ്റെ കൈക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നും നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രണവ് ആണ് ശരി എന്ന് മനസ്സിലാകുന്നത്. പ്രവീണിനോട് എല്ലാവരും ചോദിക്കുന്നത്, എന്തായാലും നിന്റെ കൂടപ്പിറപ്പല്ലേ, ഒന്ന് പോയി നോക്കാമായിരുന്നില്ലേ, ഇതാണോ സഹോദര സ്നേഹം എന്നൊക്കെയാണ്. സർജറി ഡേറ്റ് അവരുടെ വീഡിയോയിൽ എത്രയോ വട്ടം പറഞ്ഞു, അത് കേട്ടിട്ടെങ്കിലും ടൂർ മാറ്റിവെക്കാമായിരുന്നു, ആ സമയം നീ ടൂറ് പോയി. ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളുമായാണ് പ്രേക്ഷകർ പ്രവീണിനോട് വന്നിരിക്കുന്നത്. ഇന്ന് പ്രണവിൻ്റെ ചാനലിൽ ഫുള്ളും പോസിറ്റീവ് കമൻസും പ്രവീണിനെതിരായിട്ടുള്ള കമൻറ്റുകളും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രവീണിനോട് എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം ദേഷ്യം നിറഞ്ഞിരിക്കുകയാണ്. പ്രണവിൻ്റെ ഈ ഒരു സമയത്ത് കൂടെ നിൽക്കേണ്ട കൂടപ്പിറപ്പ് ഒട്ടും തന്നെ കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ടുമില്ല എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് ഓരോ പ്രേക്ഷകരും ഓരോ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്നത്.